ഞാനാണെങ്കിൽ പോലും സംസാരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കഴിവുള്ളവൻ്റെ അടയാളം, സംസാരിക്കലല്ല. ഏറ്റവും കൂടുതൽ പരിശീലനം നേടേണ്ടത് സംസാരിക്കാതിരിക്കാനാണ്. സംസാരിക്കാൻ ഭ്രാന്തുണ്ടായാലും നടക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെ സംസാരിക്കണം എന്നതിനെക്കുറിച്ച് നല്ല പരിശീലനങ്ങളും ചിന്തകളും ആവശ്യമാണ്. ഓരോ വിഷയങ്ങളും ഈ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി മറ്റൊരാൾക്ക് മുറിവേൽപ്പിക്കാത്ത തരത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതി. നമ്മളോട് ആരെങ്കിലും, നമ്മൾ പറയുന്ന ഒരു വിഷയത്തിന് ആരെങ്കിലും എതിര് പറഞ്ഞാൽ അയാളെ കടന്നാക്രമിക്കുക എന്ന രീതി ഒഴിവാക്കണം. കാരണം നമ്മൾ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കാരണം. അപ്പോൾ പ്രശ്നം നമ്മളെടുത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇങ്ങനെ വാക്കുകളെ നന്നായി ശ്രദ്ധിക്കുകയും. ഇന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡഡാണ്, എത്ര കാലവും അത് സൂക്ഷിച്ചു വെച്ചിരിക്കും. അതുകൊണ്ട് വളരെ വലിയ പരിശീലനവും ചിന്തയും. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഒരാൾ സംസാരിക്കുന്നതിന് മുമ്പ് 8 കാര്യങ്ങളെ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, ഞാൻ തന്നെയാണോ സംസാരിക്കേണ്ടത്, എന്ത് വാക്കാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ തുടങ്ങി പറഞ്ഞ് അനന്തരഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ചുകൂടി ചിന്തിക്കണം എന്നാണ്. ചില കാര്യങ്ങൾ പറയൽ നിർബന്ധമുള്ളതായിരിക്കില്ല, ഒരുപക്ഷെ ഗുണം പറയാതിരിക്കലിനായിരിക്കും, പറഞ്ഞാൽ ഉപദ്രവമായിരിക്കും. അങ്ങനത്തെ വിഷയം പറയാതിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പുതിയ തലമുറയോട് സംവദിക്കുന്ന ആളുകൾ കൂടുതലായും സൂക്ഷ്മത പാലിക്കണം. കാരണം ഈ പുതിയ തലമുറയുടെ ചിന്താരീതി തന്നെ എൻ്റെ ജീവിതം, മൈ ലൈഫ് മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലേക്ക് എൻ്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കേണ്ടത്, ഞാനാണ് നീങ്ങേണ്ടത് എന്നൊക്കെയാണ്. പ്രത്യേകിച്ച് വസ്ത്രധാരണ രീതിയിൽ പോലും അത്തരം മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കതൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഈ പറയുന്ന മോഡേൺ കാലഘട്ടത്തിനനുസരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ വലിയ പരിശീലന കേന്ദ്രങ്ങൾ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നതാണ്. ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ പലപ്പോഴും നമ്മുടെ ചില ബന്ധപ്പെട്ടവരോടൊക്കെ പറയാറുണ്ട്, ചാനൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ നല്ല പരിശീലനം കിട്ടിയില്ലെങ്കിൽ അവിടെ ചെന്ന് എത്ര അറിവുള്ളവനാണെങ്കിലും അവതാരകൻ്റെ മുൻപിലൂടെ അവസാനം ഒന്നുമല്ലാതായി പോരുന്ന അവസ്ഥ ഉണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ മതപ്രബോധനത്തിന് വലിയ ഒരു, എനിക്ക് തോന്നുന്നൊരു അക്കാഡമി തന്നെ തുടങ്ങണമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും. ഈ ഒരാൾ ഒരു സ്ത്രീയെ ട്രെയിനിൽ വെച്ച് കാണുന്നു, ആ സ്ത്രീയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നു, ബലാത്സംഗത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അയാളോട് ചോദിച്ചപ്പോൾ ആ പെണ്ണിൻ്റെ വസ്ത്രധാരണ രീതിയാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഈ പെണ്ണിന് അതിലൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ് എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുകൂടി പരിശോധിക്കേണ്ട തന്നെയല്ലേ? അല്ലെങ്കിൽ ഈ രാജ്യത്തു നിന്നല്ല ഏത് രാജ്യത്തും കുറ്റകൃത്യങ്ങൾ അധികരിക്കാൻ അത് കാരണമാവുമല്ലോ. അതുകൊണ്ട് കോമണായ നിയമങ്ങൾ തന്നെയാണ് വേണ്ടത്. ആ നിയമം തന്നെയാണ് നമ്മൾ ചോയ്സ് ചെയ്യുകയും ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ ചോയ്സ് എനിക്ക് ഓക്കെയാണ്, പക്ഷേ അതേ സമയത്ത് അത് മറ്റൊരാൾക്ക് ഉപദ്രവമാവാതിരിക്കണമെങ്കിൽ കോമൺ നിയമം വേണം. കാരണം മറ്റൊരാൾക്ക് ഉപദ്രവമോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ. കോമൺ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരാൾക്ക് ഉപദ്രവമാണോ അല്ലേ എന്നുള്ളത് തീരുമാനമാവാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ശരീരം എങ്ങനെയായിരിക്കണം എന്നത് ഞാൻ തീരുമാനിക്കുക എന്ന രീതിയല്ല ശരിയായ രീതി. കോമൺ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശരി തെറ്റുകൾ തീരുമാനിക്കുന്ന രീതി ഉണ്ടായിരിക്കണം. തീർച്ചയായും വിഷയം മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള സംഭവത്തിൽ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് വിശദമായൊരു ക്ലാസ് തന്നെ വേണമെന്ന് പറയുന്നത്. കാരണം ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയൊക്കെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. തീർച്ചയായും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അത്തരമൊരു വിഷയം നൽകണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുമ്പോൾ സമയം എത്രയാണ്? 2-3 മിനിറ്റ് കൊണ്ട് തീർക്കാം. അപ്പം ഇതിൻ്റെ ഒരു നമ്മൾ സാധാരണ ഒരു ഒറ്റമൂലി പറയുന്നതല്ല, ഒരു സാധനം കൂടി ചോദിച്ചിട്ട് ഇപ്പം നമ്മളിപ്പം ഒരു കാര്യം നമ്മൾ പറ്റില്ല എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ അത് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നീങ്ങുമ്പോൾ തന്നെ ശരിയായ വഴികൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. മോനെ അത് നീ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ പകരം എന്ത് ചെയ്യാം എന്നുള്ളതാണ്. പണ്ട് കാലത്തുണ്ടായിരുന്നു സിനിമ കാണാൻ ഹറാമാണ്, സിനിമ കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ മറ്റെന്ത് എന്നുള്ളതുണ്ടായിരുന്നു. ഇന്ന് ഹലാലായ വഴികളിലൂടെ അല്ലെങ്കിൽ മാർഗ്ഗങ്ങൾ പലതും കൊടുക്കുന്നുണ്ട്. എന്നതുപോലെ തന്നെ ഇസ്ലാമിനെക്കുറിച്ച്, വിശ്വാസ ആചാരങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും. ഇപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഈ മേഖലയിലെ വലിയ പഠനം നടത്തുന്ന ഒരാളെന്ന നിലക്ക്, പല മേഖലകൾ സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലക്ക്, ഇത്തരം മേഖലയിൽ തന്നെ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ എന്ന നിലക്ക് തന്നെ
എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മുടെ യുവതലമുറക്ക് അല്ലെങ്കിൽ പ്രബോധകർക്ക് എല്ലാം മൊത്തത്തിൽ താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? നമ്മൾ പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ആ കാര്യം പറയാം. നമ്മളിങ്ങനെ ഒരു കുടിലിൽ ഒരു ചെറിയ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ആ വീട് നമുക്കത്രയും കംഫർട്ടാണ്. തൊട്ടപ്പുറത്ത് വലിയൊരു ബംഗ്ലാവുണ്ട്, 10 നിലയുള്ള നല്ലൊരു ബിൽഡിങ്, കാണാൻ വളരെ മനോഹരമാണ്. വൈദ്യുതാലങ്കാരങ്ങളുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ നമുക്കറിയാം അതിനടിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ താഴേക്കിരിക്കും എന്നറിയാം. ആ മനോഹരമായ ബിൽഡിങ്ങിലുള്ള ആളുകൾ നമ്മൾ അങ്ങോട്ടിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടേത് നല്ല ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുള്ള ചെറിയൊരു വീടാണ്. നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, എന്നാലും അടിയിൽ വെള്ളം ഒഴുകുകയാണ്, തകരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ആ വിഷയം എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീട് മതി, ഇതിൽ കഴിഞ്ഞുകൂടാം എന്ന് തീരുമാനിക്കും. ഈ തീരുമാനത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഞാൻ നിലകൊള്ളുന്നത് ശരിയാണ് എന്ന വിശ്വാസമാണ്. മനുഷ്യൻ അവൻ വിശ്വസിക്കുന്നതിന് ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും, വിശ്വസിക്കാത്തതിനെ അവൻ വിമർശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇസ്ലാം സത്യമാണ് എന്ന് ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ഇസ്ലാം സത്യമാകുന്നു എന്ന ബോധം അവനുണ്ടായിരിക്കണം. സത്യമാണെങ്കിൽ പിന്നീട് അതിലുള്ളതെല്ലാം സത്യവും അതിനെതിരെ വരുന്നത് സത്യത്തിനെതിരെയുള്ള പരാമർശമാണ്. അപ്പോൾ ഇതിലുള്ളത് സത്യമാണെന്ന നിലയിൽ പരിശോധിക്കുകയും ഇതിന് എതിരെ വരുന്നത് അസത്യമെന്ന നിലയിൽ പരിശോധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരും. അതിന് ഇസ്ലാമിലുള്ള ആളുകൾ ഇസ്ലാമിനെ സത്യമാണെന്ന് വിശ്വസിക്കുകയും അത് വിശ്വസിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ചെയ്യണം. നമ്മൾ ഉൾക്കൊള്ളുന്നത് സത്യമാണെന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെതിരെ വരുന്നത് സത്യമല്ലാത്തതാണ് എന്ന്. ഇതിന് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരിക്കണം. 2, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസമുണ്ടായിരിക്കണം. ഈ 2 വിശ്വാസങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് പറഞ്ഞതേ ശരിയാവുള്ളൂ, അല്ലാത്തത് തെറ്റായിരിക്കും. ഈ ബോധമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മതത്തിൽ, പ്രത്യേകിച്ച് ഇസ്ലാം ദീനിൽ മുന്നോട്ട് നയിക്കുക. അതുകൊണ്ട് ഇസ്ലാം ദീൻ ശരിയാണെന്ന വിശ്വാസത്തിലേക്ക് ആദ്യം എത്തണം. അതിന് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠനം നടത്തേണ്ടത്. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ പ്രബോധനം നടത്തുന്നവർ അവരുടെ ജീവിത രീതികൾ വലിയ ശുദ്ധമായ രീതിയിൽ ഒരു വിശുദ്ധമായ ജീവിതം നയിച്ചിരുന്നു. അപ്പോൾ പ്രവാചകൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാലും അവരുടെ ജീവിത രീതികൾ കണ്ട് മുസ്ലിമായ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ അജ്മീർ ഷേഖിൻ്റെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ അവർ സഞ്ചരിച്ച പാതയിൽ തന്നെ നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് യൂട്യൂബിലൂടെയുള്ള ഇതുപോലെ തന്നെ പ്രസംഗങ്ങൾ മാത്രമായി പ്രവർത്തനങ്ങളില്ലാതെ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടോ? നമ്മൾ അജ്മീർ ഹാജയുടെ ആണ്ട് നടക്കുന്ന മാസത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതുകൂടി സാന്ദർഭികമാണ്. സലാം ഖാൻ്റെ സംസാരത്തിൽ കടന്നു വന്നപ്പോൾ സംസാരിച്ചതാണ്. പ്രായോഗികമല്ലാത്ത ഫിലോസഫികൾ പരിഹാസമായിരിക്കുമെന്നാണ്. ഫിലോസഫിയൊക്കെ കറക്റ്റാണ്, പക്ഷേ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ലാത്ത തത്വങ്ങളെ കൊണ്ടൊരു കാര്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇസ്ലാം അവതരിപ്പിക്കുന്ന എല്ലാ ഫിലോസഫികളും പ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കുക എന്നുള്ളത് കമ്പൽസറിയാണ്. പിന്നെ അതിലുള്ളത് എന്താ വെച്ചാൽ അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യങ്ങളിലും ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയുമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കാലുകൊണ്ട് വയ്ക്കുന്ന ആൾ അസർ നിസ്കാരത്തിന് പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കണം. കാല് മുറിഞ്ഞ് ബാൻഡേജ് ഇട്ട് വീട്ടിലിരിക്കുന്ന ആൾ പോകേണ്ടതില്ല. അയാൾ ആഗ്രഹിച്ചാൽ മതി, കാല് ശരിയാക്കണമെങ്കിൽ പോകാമായിരുന്നു. രണ്ടിനും ഒരേ കൂലിയാണ്. കാലിൽ ആത്മാർത്ഥമായ ആഗ്രഹമാണെങ്കിൽ പോയതിനുള്ള കൂലി ആഗ്രഹിച്ചതിനുള്ള കൂലിയും ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയല്ല, നിൽക്കാൻ കഴിയുന്നവൻ നിന്നാണ് നിസ്കരിക്കേണ്ടത്, നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. കൂലിയിൽ വ്യത്യാസമൊന്നുമില്ല, നിസ്കാരത്തിൻ്റെ തന്നെയാണ്.
അവന് കാലില്ലാത്തതുകൊണ്ട് ഇരുന്നു, അപ്പോൾ അവന് ഇപ്പം അത്ര കൊടുക്കാനാവില്ല, അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇരിക്കാൻ കഴിയാത്ത ആൾ കിടന്നാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും. ഇതൊരു ഫിലോസഫിയാണ്. ഇങ്ങനെ ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഏത് കാര്യവും ജീവിതത്തിലുണ്ടായിരിക്കണം. അപ്പോൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഫിലോസഫികൾ പരിഹാസമായി മാറുന്നതാണ്. ഇത് സ്വന്തമായി ബോധ്യപ്പെടേണ്ടതുണ്ട്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പറയുന്നത് തെറ്റാണെന്നറിയില്ല. ഇത് പറയുമ്പോഴാണ് സലാത്ത് ചൊല്ലി വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകാമെന്ന് പഠിപ്പിച്ച ആൾ വെള്ളത്തിന് മുമ്പിലെത്തിയപ്പോൾ മടിച്ചു നിൽക്കുകയും അത് സലാത്ത് ചൊല്ലി കേട്ട കുട്ടി കടന്നു പോവുകയും ചെയ്ത ഒരിതുണ്ട്. അത്തരം വിശ്വാസം അകത്തേക്ക് വിശ്വാസമില്ലാത്ത പ്രകടനാത്മക മാത്രമായി മാറുന്നൊരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അതൊരു പിന്നെ ഒരു ആലങ്കാരികമായ ഒരു സംസാരമാണെങ്കിലും അതിലൊരു സന്ദേശം അടങ്ങിയിട്ടുണ്ട്. അത് ഈ ക്ലാസിക്കൽ കഥകൾ എന്ന് പറയുന്ന തരത്തിൽ കടന്നു വന്നിട്ടുള്ളൊരു സാധനമാണ്. എങ്കിലും അതിൽ നല്ലൊരു സന്ദേശം നൽകുന്നുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും പുതിയ ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വായിക്കാനും ഒരുപാട് പഠിക്കാനും കണ്ടും കേട്ടും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ തീർച്ചയായും നമ്മുടെ യുവതക്കനുസരിച്ച് യുവതലമുറക്കനുസരിച്ച് നമ്മളെല്ലാവരും നമ്മുടെ മതപ്രബോധന രംഗത്തുള്ളവർ മതമേഖലകൾ പ്രവർത്തിക്കുന്നവരൊക്കെ കാര്യമായി ശ്രദ്ധിക്കണം. അതിനുള്ള പഠനങ്ങൾ നടത്തണം. താൻ പഠിച്ചത് മാത്രം മതി, ഇനിയൊന്നും പുതിയത് വേണ്ട എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഡോക്ടറുമായിട്ടുള്ള ഇന്നത്തെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു നേർമാർഗത്തിലൂടെ സഞ്ചരിക്കാനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടവരാകാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.